സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രത തുടരണം. ടി.എസ്. ഹരികൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, ഏതൊക്കെ ജില്ലകളിലാണ് ഈ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്? പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ടാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. മറ്റ് 7 ജില്ലകളിലും യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നാളെ വടക്കൻ കേരളത്തിൽ മാത്രമാണ് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ മഴയിൽ ചെറിയൊരു ശമനം, മഴയുടെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനത്തിൽ പറയുന്നത്. അതായത് അത് കഴിഞ്ഞാൽ പിന്നെ വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കാര്യമായ മഴ മുന്നറിയിപ്പുകൾ നാളെ കഴിഞ്ഞില്ല. പക്ഷേ അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴിയുടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമോ മറ്റോ ഒക്കെ ആകുകയാണെങ്കിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരും. കാര്യമായ മഴ പിന്നെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മുൻപേ പറഞ്ഞിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, കാലവർഷം തുടങ്ങി ആദ്യത്തെ 2 ആഴ്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ പ്രവചനമുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് നിയന്ത്രണമുണ്ട്. 9-ാം തീയതി വരെ കടലിൽ മത്സ്യബന്ധനത്തിനായി പോകരുതെന്നാണ് അറിയിപ്പ്. മലയോര മേഖലകളിലെ ജാഗ്രത അങ്ങനെ തന്നെ തുടരണം.